السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രേം നിറഞ്ഞ ഫോക്കസ് PSC പഠിതാക്കളെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും അവസാനം നടന്ന UP എക്സാമിലെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അവസാനം നടന്ന UP 2026 നടന്ന UP എക്സാമിലെ ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്കൊക്കെ പരിചിതമായ, നമ്മൾ ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഇന്ത്യൻ അറബിക്കിൽ നിന്ന് പഠിക്കുന്ന ഷാഹുലുല്ലാഹി ദഹ്ലവിയുടെ ഒരു കിതാബിനെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ എക്സാമിന് വന്ന് നമ്മൾ കണ്ടതാണ്. മാ മൗദൂഉ കിതാബി ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ ലിഷാഹുലുല്ലാഹി ദഹ്ലവി. ഷാഹുലുല്ലാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയുടെ മൗദൂഉ എന്താണ്? നമുക്കറിയാം, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബിന്റെ മൗദൂഉ യെസ്, ഓപ്ഷൻ സി ആണ്. ബയാനു അസ്റാരി ശരിയ, ശരീഅത്തിന്റെ രഹസ്യങ്ങൾ, അതിന്റെ വിവരണമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഷാഹുലുല്ലാഹി ദഹ്ലവിയുടെ കിതാബിന്റെ മൗദൂഉ. നമുക്കറിയാം, ഷാഹുലുല്ലാഹി ദഹ്ലവി 1703 ജനിച്ച് 1862 വഫാത്താകുന്നു. മുസഫർ നഗറിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതായിരുന്നു. യസ്ലു നസബുഹു ഇല അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ അള്ളാഹിലേക്ക് കുടുംബ പരമ്പര എത്തിച്ചേരുന്ന ഒരു മഹാനാണ്. ലുഖബബി ഗസാലി അൽ ഹിന്ദ്. ഗസാലി അൽ ഹിന്ദ് എന്ന് ലഖബുള്ള ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്. ഗസാലി അൽ ഹിന്ദ് എന്ന ലഖബുള്ള ഇന്ത്യൻ പണ്ഡിതനാണ് ഷാഹുലുല്ലാഹി ദഹ്ലവി. അദ്ദേഹത്തിന്റെ കിതാബാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. അതിന്റെ മൗദൂഉ എന്താണ്? ബയാനു അസ്റാരി ശരിയ. യെസ്. എന്നാൽ ഷാഹുലുല്ലാഹി ദഹ്ലവിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പിതാവ് ഷെയ്ഖ് അബ്ദുർ റഹീം കാന അഹദ അഅദാഇ ലജ്നതി ഇഅദാദുൽ ഫതാവൽ ഹിന്ദിയ. ഫതാവൽ ഹിന്ദിയ എന്ന ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഹനഫി മദ്ഹബിലെ ഫത്വ സമാഹാരം. ആ ഫത്വ സമാഹാരം ക്രോഡീകരിക്കുന്നതിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഷാഹുലുല്ലാഹി ദഹ്ലവിയുടെ പിതാവ് അബ്ദുർ റഹീം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കിതാബ് മാത്രം നമുക്കിപ്പം നോക്കാം. തഫീമത്തുൽ ലാഹിയ, അൽ മുസഫ, മുവത്തയുടെ ഷർഹാണ്, പേർഷ്യൻ ഭാഷയാണ്. അൽ മുസവ്വ, മുവത്തയുടെ ഷർഹാണ്, അറബി ഭാഷയാണ്. തഫീമത്തുൽ ലാഹിയ, അൽ മുസഫ, അൽ മുസവ്വ, പിന്നെ അത്വബുൻ നഗ്മി ഫി മദ്ഹി സയ്യിദുൽ അറബി വൽ അജം, അൽ ബുദൂറുൽ ബാസിഗ, അസ്സഹറാവൈൻ, തഫ്സീറിലെ കിതാബാണ് അസ്സഹറാവൈൻ. അത്വബുൻ നഗ്മി, അൽ ബുദൂറുൽ ബാസിഗ, അസ്സഹറാവൈൻ. യെസ്. പിന്നെ ഇസാലത്തുൽ ഖഫാഇ, അൽ ഫൗസുൽ കബീർ, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഇസാലത്തുൽ ഖഫാഇ, അൽ ഫൗസുൽ കബീർ, ഹുജ്ജത്തുല്ലാഹ് അൽ ബാലിഗ. വളരെ പ്രധാനപ്പെട്ട കിതാബുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തത്. ഇനി ലാസ്റ്റ് PSCക്ക് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ, ജനന മരണ വർഷങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അൻവർഷൽ കശ്മീരി, നമ്മളെ സിലബസിൽ പറഞ്ഞ അൻവർഷൽ കശ്മീരി വഫാത്തായ വർഷമാണല്ലോ ചോദിച്ചത്, അല്ലേ? നമുക്ക് നോക്കാം. 1352 1352 അൻവർഷൽ കശ്മീരി വഫാത്താവുന്നത്. 1352 അൻവർഷൽ കശ്മീരി നമുക്കറിയാം 1875 ക്രിസ്താബ്ദം 1875 ജനിച്ച് 1933 ദയുബന്ദിൽ വഫാത്താകുന്ന ഒരു മഹാനാണ് അൻവർഷൽ കശ്മീരി. ഹിജ്രി നോക്കുകയാണെങ്കിൽ 1292 ജനിച്ച് 1352 വഫാത്താകുന്നു അൻവർ ഷാ അൽ കശ്മീരി. അദ്ദേഹം 1893 അദ്ദേഹത്തിന്റെ 17ാം വയസ്സിൽ തന്നെ ദാറുൽ ദെവബന്ദിൽ പഠിക്കാൻ വരുന്നു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര പോകുന്നു. അവിടെ ഒരു മദ്രസയിൽ സേവനമനുഷ്ഠിക്കുന്നു. അവിടെ മദ്രസത്തുൽ അമീനിയ, ലാസ്റ്റ് HSL ചോദിച്ചല്ലോ, മദ്രസത്തുൽ അമീനിയ ഉണ്ടാക്കിയത് ആരാണെന്ന്. ആ മദ്രസത്തുൽ അമീനിയ അൻവർഷൽ കശ്മീരി നിർമ്മിക്കുന്നു. അവിടെ ഒരു വർഷം പഠിപ്പിക്കുന്നു. അതിനുശേഷം കാശ്മീരിലേക്ക് പോകുന്നു. കാശ്മീരിൽ ഫൈദ് ആം എന്നൊരു മദ്രസ ഉണ്ടാക്കി 3 വർഷം അവിടെ താമസിച്ച് പഠിപ്പിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവബന്ദിലേക്ക് തന്നെ വരികയും
ദേവബന്ദിൽ ഒരുപാട് വർഷം പഠിപ്പിക്കുകയും മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് പോയി വീണ്ടും അസുഖം വന്നപ്പോൾ ദേവബന്ദിലെത്തി അവിടെ വഫാത്തായ വ്യക്തിയാണ് അൻവർ ഷാ അൽ കശ്മീരി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകൾ നമുക്ക് നോക്കാം. തഅലീഖത്തുൻ അല ഫത്ഹിൽ ഖദീർ, തഅലീഖത്തുൻ അൽ അശ്ബാഇ വന്നളായിർ, തഅലീഖത്തുൻ അല സ്വഹീഹ് മുസ്ലിം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ കിതാബുകളാണ്, ചോദിക്കപ്പെടാറുണ്ട്. തഅലീഖത്തുൻ അല ഫത്ഹിൽ ഖദീർ, തഅലീഖത്തുൻ അൽ അശ്ബാഇ വന്നളായിർ, തഅലീഖത്തുൻ അല സ്വഹീഹ് മുസ്ലിം. പിന്നെ ഒരു UP എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അഖീദത്തുൽ ഇസ്ലാമി ഫി ഹയാത്തി ഈസ അലൈഹിസ്സലാം, ഇഖ്ഫാറുൽ മുലഹിദീൻ. വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. നൈലുൽ ഫർഖദീൻ പല എക്സാം ചോദിക്കപ്പെട്ട കിതാബാണ്. മുഷ്കിലാത്തുൽ ഖുർആൻ. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 കിതാബുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അൽ ഉറുഫ് ഷദാ, തുർമുദിയുടെ ഷറഹാണ്. ഫൈദുൽ ബാരി, ബുഖാരിയുടെ ഷറഹാണ്. അൻവർ ഷാ കശ്മീരിയുടെ വളരെ പ്രധാനപ്പെട്ട കിതാബുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ ലാസ്റ്റ് PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, കിതാബു നുസ്റത്തുൽ ഖവാത്തിർ, നുസ്റത്തുൽ ഖവാത്തിർ ബഹജത്തുൽ മസാമി വ നവാദിർ, അതിനെ എണ്ണപ്പെടുന്നത് മിൻ മുഅല്ലഫാത്തി, ആരുടെ കൃതികളായിട്ടാണ്? യെസ്, നുസ്റത്തുൽ ഖവാത്തിരി ബഹജത്തുൽ മസാമി വ നവാദിർ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ്. യെസ്, അബ്ദുൽ ഹസനി. PSCക്ക് ചോദിക്കപ്പെടുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിലായി പഠിച്ചതാണ്. നുസ്റത്തുൽ ഖവാത്തിരി ബഹജത്തുൽ മസാമി വ നവാദിർ, യെസ്, അബ്ദുൽ ഹസനിയുടെ വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. എന്നാൽ അബ്ദുൽ ഹസനി നമുക്കറിയാം 1869 റായ്ബറേലിയിൽ ജനിച്ച് 1923 റായ്ബറേലിയിൽ വഫാത്താകുന്നു. 1869 റായ്ബറേലിയിൽ 1923 റായ്ബറേലിയിൽ വഫാത്താകുന്നു അബ്ദുൽ ഹസനി. അദ്ദേഹം 1869 ജനിച്ച് 1923 വഫാത്താകുന്നു. നമുക്കറിയാം അബ്ദുൽ ഹസനി അദ്ദേഹത്തിന് പരിഗണിക്കപ്പെടുന്നത് അവൽ മൻ തർജമ ലി ഉലമാഇൽ ഹിന്ദ്, ഇന്ത്യൻ ഉലമാക്കളെ കുറിച്ച് ബയോഗ്രഫി എഴുതിയ ഒരു പണ്ഡിതനാണ്. അലാ നിതഖിൻ വാസിഇൻ മിൻ അവലി അഹദിഹിം ഹത്തൽ ഖർൻ റാബിഅ അൽ ഹിജ്രി. ഇന്ത്യൻ മുസ്ലിമുകളുടെ തുടക്കം മുതൽ 16-ാം നൂറ്റാണ്ട് അബ്ദുൽ ഹസനി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ വളരെ വിശാലമായ ഒരു രൂപത്തിൽ ഇന്ത്യൻ ഉലമാക്കളുടെ തർജമ എഴുതിയ ഒരു പണ്ഡിതനാണ് അബ്ദുൽ ഹസനി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകൾ നുസ്റത്തുൽ ഖവാത്തിർ, അസ്സഖാവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, അൽ ഹിന്ദ് ഫിൽ ഹദൽ ഇസ്ലാമി, തഹദീബുൽ അഖ്ലാഖ്. ഇതിൽ ആദ്യത്തെ 3 കിതാബുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാമുകൾക്ക് ചോദിക്കപ്പെടാറുണ്ട്. നുസ്റത്തുൽ ഖവാത്തിറും അസ്സഖാവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദും ഒരുപാട് തവണ PSCക്ക് ചോദിക്കപ്പെട്ടതാണ്. നമുക്കറിയാം അബ്ദുൽ ഹസനിയുടെ പ്രധാനപ്പെട്ട കിതാബുകളാണ്. എന്നാൽ അബ്ദുൽ ഹസനിയുടെ ലഖബ് ഇതിൽ ഏതാണ്? അബ്ദുൽ ഹസനിയുടെ ലഖബ് ഇതിൽ നമുക്കറിയാം ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ്. അബ്ദുൽ ഹസനിയുടെ ലഖബ് ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ്. ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ് അബ്ദുൽ ഹസനിയാണ്. നമ്മൾ ഗസാലി അൽ ഹിന്ദ് ഷാഹുലുല്ലാഹി ദഹ്ലവി പറഞ്ഞു. ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ് അബ്ദുൽ ഹസനിയാണ്. യെസ്. എന്നാൽ ലാസ്റ്റ് PSCക്ക് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ, അവൽ മുഹാവറ ശഅരിയ ഫിൽ ലുഗത്തിൽ അറബിയ ഫി വിലായത്ത് കേരള, കേരള സ്റ്റേറ്റിൽ അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ഷിഅർ, ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രയത്നം, ആദ്യത്തെ ഒരു കൃതി ഏതാണ്? കേരള സ്റ്റേറ്റിൽ അറബി ഭാഷയിൽ രചിക്കാൻ ശ്രമിച്ച ആദ്യത്തെ ഒരു ഷിഅർ നമുക്കറിയാം. യെസ്, തഖ്മീസ് അൽ ബുർദയാണ്. തഖ്മീസ് അൽ ബുർദ നമ്മൾ പഠിച്ചതാണ്. നമുക്കറിയാം അവലു ഷാഇർ അറബി മിൻ അഹ്ലി കേരള, കേരളത്തിലെ ആദ്യത്തെ അറബി കവി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ അറബി കവി നമുക്കറിയാം. യെസ്, അബൂബക്കർ റമദാൻ ശാലിയാത്തിയാണ്. അബൂബക്കർ ഇബ്നു റമദാൻ ശാലിയാത്തിയാണ് കേരളത്തിലെ ആദ്യത്തെ അറബി കവി. നമുക്കറിയാം അബൂബക്കർ റമദാൻ ശാലിയാത്തി 1849 ജനിച്ച് 1429 ജനിച്ച് 1480 വഫാത്താകുന്നു. 1429 ജനിച്ച് 1480 വഫാത്താകുന്നു. യെസ്, അബൂബക്കർ റമദാൻ അശ്ശാലിയാത്തി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അവ്വലു ഷാഇർ അറബി മശ്ഹൂർ മിൻ അഹ്ലി കേരള,
കേരളത്തിൽ പ്രശസ്തനായ നമുക്ക് അറിയുന്ന ആദ്യത്തെ അറബി കവിയാണ്. ജലാലുദ്ദീൻ മഹല്ലി എന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്റെ ശിഷ്യനാണ് അബൂബക്കർ റമദാനി ശാലിയാത്തി. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത മിന്നസ്ലി ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു മാലിക് ബിൻ ദിനാറിനോട് കൂടെ അള്ളാഹിനോട് കൂടെ മാലിക് ബിൻ ദിനാർ അള്ളാഹിനോട് കൂടെ കേരളത്തിൽ വന്ന ആളുകളിൽപ്പെട്ട വളരെ പ്രധാനിയായ ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരാളായിരുന്നു അബൂബക്കർ റമദാൻ അശ്ശാലിയാത്തി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകൾ നോക്കുകയാണെങ്കിൽ യെസ്, അതല്ലേ ചോദിച്ചതില്ലേ? തഹ്മീസി ഖസീദത്തുൽ ബുർദ, ബുർദയുടെ തഹ്മീസായ അൽ വർദത്തു അൽ ദക്കിയ 1470 രചിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കിതാബാണ് അത്. ബൂസൂരി ഇമാമിന്റെ ബുർദയുടെ ഒരു തഹ്മീസാണ്. തഹ്മീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ വരികളെ 5 വരികൾ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ പ്രധാനപ്പെട്ട കിതാബാണ് അൽ വർദത്തു ദക്കിയ ഫി തഹ്മീസി ഖസീദത്തുൽ ബുർദ. ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഖസീദയാണ്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ് അല്ലേ? ബദൽ മുഹമ്മസു ഖായിലൻ, ഈ മുഹമ്മസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ബദൽ മുഹമ്മസ ഖായിലൻ, ഈ മുഹമ്മസിന് അദ്ദേഹം തുടങ്ങുന്നത് ഇഫ്ഖം ബിനഫ്സിക യാ മൻ ബാത്തദാ അലമി എന്ന വരികളിലൂടെയാണ്. ആദ്യ വരികളും പഠിച്ചു വെക്കണം, അടുത്ത എക്സാം ചോദിക്കാം. അബൂബക്കർ റമദാനി ശാലിയാത്തിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കിതാബ് റാഹത്തുൽ ഫുആദ്. റാഹത്തുൽ ഫുആദ് അദ്ദേഹത്തിന് 2 കിതാബുകൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് അൽ വർദത്തു ദക്കിയ, മറ്റൊന്ന് റാഹത്തുൽ ഫുആദി ഫി തഖ്മീസി ബാനത്ത് സുആദ്. നോക്കി വെക്കണം. ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അഖദ അൻഹു, ഇദ്ദേഹത്തിനെ തൊട്ട് ഇൽമു പഠിച്ച ഒരു വ്യക്തിയാണ് അഷീഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ. ഹിദായത്തുൽ അദ്കിയയുടെ ഒക്കെ മുസന്നിഫായ സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീറിന്റെ ഉസ്താദാണ് അബൂബക്കർ റമദാൻ അശ്ശാലിയാത്തി. ജലാലുദ്ദീൻ മഹല്ലിയുടെ ശിഷ്യനും സൈനുദ്ദീൻ മഖ്ദൂം കബീറിന്റെ ഉസ്താദുമാണ് അബൂബക്കർ റമദാൻ അശ്ശാലിയാത്തി. ഏറ്റവും ലാസ്റ്റ് PSC ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ട്? നമ്മൾ പഠിച്ച കിതാബുകൾ മാത്രം നോക്കാം. ഖാലി ഉമർ ഖാലിയുടെ കിതാബ് ഇതിൽ ഉസൂലുൽ ദബഹാണ്. അലിഫ് ജീമിനോട് യോജിപ്പിക്കണം. അലിഫ് ജീമിനോട് യോജിപ്പിക്കുന്നത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ നമുക്ക് കിട്ടി. ഗുലാമലിയുടെ കിതാബാണ് സബഹത്തുൽ മർജാൻ. 2 അലിഫാണ്. 2 അലിഫുള്ളതും ഒറ്റൊന്നുള്ളൂ, അവിടെയും നമുക്ക് കിട്ടി. മുഹിദ്ദീൻ ആൽവിയുടെ കിതാബ് ഒരുപാട് എക്സാമിൽ ചോദിക്കപ്പെട്ട, നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന കിതാബാണ് ദഅവത്തുൽ ഇസ്ലാമിയ. 3 ദാലാണ്. 3 ദാലുള്ളതും ഒറ്റ ഓപ്ഷനുള്ളൂ. ഏത് കിട്ടിയാലും നമുക്ക് കിട്ടൂലേ? ഇനി അബ്ദുൽ ഹഖ് ദഹ്ലവിയുടെ ഒരു കിതാബാണ് തഹ്സീൽ തഅറുഫ് ഫി മഅരിഫത്തിൽ ഫിഖ്ഹി വത്തഅറുഫ്. തഹ്സീൽ തഅറുഫ് അബ്ദുൽ ഹഖ് ദഹ്ലവിയുടെ വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. എന്നാൽ ഒരു പൗല് കൊടുത്തിട്ട് ഇത് ഏത് കിതാബിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന ചോദ്യം. ഖാല ഷെയ്ഖ് സയ്യിദ് ഖുത്ബ് ഒരിക്കൽ പറഞ്ഞു, അൻ കിതാബിന് അറബിയൻ ഹിന്ദിയൻ, ഒരു ഇന്ത്യൻ കിതാബിനെ കുറിച്ച്. എന്താ പറഞ്ഞത്? ഹാദൽ കിതാബ് ലദി ബൈന യദൈ, എന്റെ കയ്യിലുള്ള ഈ കിതാബ് ഈ മുഅല്ലിഫി, അദ്ദേഹത്തിന്റെ രചയിതാവിന്റെ ഒരു കിതാബ്. മിൻ ഖൈരി മാ ഖറഅതു ഫി ഹാദിഹിൽ ഇത്തിജാഹ്, ആ ഫീൽഡിൽ ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും ഖൈറായ കിതാബാണ്. ഫിൽ ഖദീം വൽ ഹദീസ് സവാഉ, മുൻപത്തെ കിതാബാവട്ടെ ഇപ്പോഴത്തെ കിതാബാവട്ടെ എന്നൊരു കിതാബിനെ കുറിച്ച് പറഞ്ഞു. ഏത് കിതാബിനെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ എന്നാണ്. വളരെ ഈസിയാണ്. ഇവിടെ കറക്റ്റ് ആൻസർ സി ആണ്. മാദാ ഹസ്സൽ ആലം മിൻ ഹിതാത്തുൽ മുസ്ലിമീൻ, അബുൽ ഹസൻ നദവിയുടെ പ്രധാനപ്പെട്ട കിതാബാണ്. ഫതുഹുൽ മഈൻ നമുക്കറിയാം സയ്യിദ് മഖ്ദൂം സഗീറിന്റേതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ സയ്യിദ് മഖ്ദൂം സഗീറിന്റേതാണ്. ഹുജ്ജത്തുൽ ബാലിഗ ഷാ വലില്ലാഹ് ദഹ്ലവിയുടേതാണ്. ഇവിടെ ഈ ഖൗല് ഒരിക്കലും കേൾക്കാത്തവർക്കും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം. ഇവിടെ നോക്കാം. സയ്യിദ് മഖ്ദൂം സഗീർ ജനിക്കുന്നത് 1531 വഫാത്താകുന്നതോ 1583. എന്നാൽ ഷാ വലില്ലാഹ് ദഹ്ലവി 1703 ജനിക്കുന്നത്. 1762 വഫാത്താകുന്നു. അബുൽ ഹസൻ നദവിയോ
1914 ജനിച്ച് 1909 വഫാത്താകുന്നു. നമുക്ക് സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്റെ ജീവിതകാലം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ, നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട കിതാബുകളുടെ ഏരിയയിൽ അദ്ദേഹത്തിന്റെ കിതാബ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മം മരണമൊക്കെ നമ്മൾ പഠിച്ചതാണ്. 1906 ജനിച്ച് 1966 വഫാത്തായ വ്യക്തിയാണ്. 1906 ജനിച്ച് 1966 വഫാത്തായ ഒരു വ്യക്തിയാണ്. ഖുർആൻ, മആലിമുൻ ഫി ത്വരീഖ്, തഖ്ബൽ ലിഹാദ ദീൻ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കിതാബുകൾ എഴുതിയ ഒരു വ്യക്തിയാണ് സയ്യിദ് ഖുത്ബ്. നമുക്ക് ഇവിടേക്ക് മാത്രം നോക്കാം. അദ്ദേഹം ജനിച്ച് വഫാത്തായ വർഷം 1906, 1966. ഇനി സയ്യിദ് ഖുത്ബ് ഏതെങ്കിലും ഒരു കിതാബിനെ കുറിച്ച്, ഈ പറഞ്ഞ ഫത്ഹുൽ മുഈൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, മാദാ ഹസൽ ആലം, ഹജ്ജത്തുൽ ബാലിഗ, ഇതിൽ ഏതെങ്കിലും ഒരു കിതാബിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അത് ഏത് കിതാബിനെ കുറിച്ചായിരിക്കണം? മാദാ ഹസൽ ആലമിനെ കുറിച്ച്. യെസ്, അദ്ദേഹത്തിന്റെ സമകാലികമായിട്ടുള്ള മോഡേൺ അറബിക്കിലും പഴയ കാലഘട്ടത്തിലും ഉള്ളതിൽ ഞാൻ വായിച്ചതിൽ ഏറ്റവും നല്ല കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാദാ ഹസൽ ആലം എന്ന കിതാബിനെ കുറിച്ചാണ്. അതല്ലേ ഒരു മോഡേൺ കിതാബ് ഇതിലുള്ളൂ? യെസ്, നമുക്കറിയാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, അബുൽ ഹസൻ നദ്വിയെ കുറിച്ച് ലാസ്റ്റ് PSC UP വന്നൊരു ക്വസ്റ്റ്യൻ. 1980 അബുൽ ഹസൻ നദ്വിക്ക് ഏത് അവാർഡാണ് കിട്ടിയത്? യെസ്, നമുക്കറിയാം. നമ്മൾ നിരന്തരം പറഞ്ഞ അബുൽ ഹസൻ നദ്വിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. 1980 അബുൽ ഹസൻ നദ്വി കിട്ടിയത് മലിക് ഫൈസൽ അൽ ആലമിയ. മലിക് ഫൈസൽ അവാർഡ് എന്ന അവാർഡ് കൊടുക്കാൻ തുടങ്ങി രണ്ടാമത്തെ പ്രാവശ്യം തന്നെ അബുൽ ഹസൻ നദ്വിക്ക് കിട്ടിയിട്ടുണ്ട്. മലിക് ഫൈസൽ അവാർഡ് അബുൽ ഹസൻ നദ്വിക്ക് കിട്ടിയത് 1980. അബുൽ ഹസൻ നദ്വി നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിൽ ജനിച്ച് വഫാത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു അദീബാണ്. 1914 ജനിച്ച് 1999 വഫാത്താകുന്നു. 1914 ജനിച്ച് 1999 വഫാത്താകുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മഖാല, അറബിയിലെ മഖാല മജല്ലത്തുൽ മനാർ, റഷീദ് ഉലുദയുടെ മജല്ലത്തുൽ മനാറിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1931 നമുക്കറിയാം. അഹമ്മദ് ബിൻ ഇർഫാൻ എന്ന വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധമുള്ള ഒരു മഹാനെ കുറിച്ചായിരുന്നു മജല്ലത്തുൽ മനാറിൽ അദ്ദേഹം ഒരു ലേഖനം ആദ്യമായിട്ട് എഴുതിയത്. മജല്ലത്തുൽ മനാർ നമുക്കറിയാം റഷീദ് ഉലുദയുടേതാണ്. എന്നാൽ 1938 അദ്ദേഹം ആദ്യമായിട്ടൊരു കിതാബ് തന്നെ എഴുതി. 1914 ജനിച്ച് 24, 34, 38 ആകെ 24 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം ഉറുദുവിൽ സീറത്തു സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബ് എഴുതി. അത് വളരെ സ്വീകാര്യത ലഭിച്ചു. അദ്ദേഹം ഇന്ത്യയിലൊക്കെ പ്രശസ്തനായി മാറി. മുഖ്താറാത്ത് ഫിൽ അദബിൽ അറബി 1940 എഴുതിയതാണ്. ഈ കിതാബ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. കഴിഞ്ഞ HSക്ക് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സിലബസിൽ തദ്രീസിയായിട്ട് പഠിപ്പിക്കപ്പെടുന്ന കിതാബുകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഇതെന്ന് ചോദിച്ചപ്പോൾ പെട്ടതിൽപ്പെട്ടൊന്നായിരുന്നു മുഖ്താറാത്ത് ഫിൽ അദബിൽ അറബി. നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഹസ്സുൻ നബിയിൽ, അൽ ഖിറാഅത്തുർ റാഷിദ, ഇതൊക്കെ ഓരോ മർഹലയിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട കിതാബുകളാണ്. നമുക്കറിയാം മാദാ ഹസൽ ആലം ബിൻ ഹിതാദുൽ മുസ്ലിമീൻ, അബുൽ ഹസൻ നദ്വിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബായ മാദാ ഹസൽ ആലം ബിൻ ഹിതാദുൽ മുസ്ലിമീൻ 1944 തുടങ്ങി 1947 പൂർത്തീകരിച്ചു. 1950 അത് പ്രസിദ്ധീകരിച്ചു. ഒരുപാട് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. മലയാളം അടക്കമുള്ള ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ലോകത്ത് അതിന് വളരെ നല്ലൊരു സ്വീകാര്യത തന്നെ ലഭിച്ചു. 1980 മലിക് ഫൈസൽ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അബുൽ ഹസൻ അലി അൻ-നദ്വി. എന്നാൽ അദ്ദേഹത്തിനെ ദിമിഷ്കിലേക്ക് 1956 ക്ഷണിക്കപ്പെടുന്നു. അവിടെ വെച്ച് അദ്ദേഹം അത്തജ്ദീദ് വൽ മുജദ്ദിദൂന ഫി താരിഖ് ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ഒരു വിഷയത്തിൽ ലെക്ചറിങ് നടത്തുന്നു. ആ ലെക്ചറിങ് ഉൾപ്പെടുത്തപ്പെട്ട ഒരു കിതാബാണ് പിന്നീട് PSCക്ക് ഒരുപാട് തവണ ചോദിച്ച, ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഒക്കെ ചോദിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കിതാബാണ് ദിജാൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം. യെസ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബ് മാത്രം ഇപ്പൊ നോക്കാം. ഡീറ്റെയിൽ ആയി നമുക്ക് ഒന്നുകൂടി
വീണ്ടും ചർച്ച ചെയ്യാം. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് നോക്കുമ്പോൾ മാതാ ഹസലാലം മിൻ ഇത്താത്തിൽ മുസ്ലിമീൻ മിനൽ ഇസ്ലാമി മിൻ ജദീദ് ഇദാ ഹബത് റീഹുൽ ഈമാൻ الطريق إلى المدينة رجال الفكر والدعوة في الإسلام. പിന്നെ في مسيرة الحياة الأركان الأربعة مختارات في الأدب العربي في مسيرة الحياة الأركان الأربعة مختارات في الأدب العربي القادياني والقاديانية رسالة التوحيد. അബുൽ ഹസൻ നദ്വിയുടെ വളരെ പ്രധാനപ്പെട്ട കിതാബുകളാണ് നമ്മൾ പറഞ്ഞത്. അലിമിയാൻ എന്ന ലഖബുള്ള വ്യക്തി ആരാണ്? യെസ്, നമുക്കറിയാം അലിമിയാൻ. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അലിമിയാൻ ഷസി ആണ്. അബുൽ ഹസൻ അലി നദ്വി. അലിമിയാൻ അബുൽ ഹസൻ അലി നദ്വിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത മൂന്നാമത്തെ ലഖബ്. ആദ്യം നമ്മൾ പറഞ്ഞു ഗസാലി അൽ ഹിന്ദ് ഷാഹുൽ ദഹ്ലവി, യെസ് ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ് അബ്ദുല്ലഹി അൽ ഹസനി. അലിമിയാൻ അബുൽ ഹസൻ അലി അൻ-നദ്വി. അദ്ദേഹത്തിനെ കുറിച്ച് PSC UP ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചതാണ്. ഹാദൽ കിതാബ് അബുൽ ഹസൻ നദ്വി ഫിൽ അസ്ലി സിൽസിലത്തുൻ മിനൽ മുഹാദറാത്ത് التي ألقاها بجامعة دمشق في عام 1956. 1956 ദിമിഷ്കിൽ ജാമിഅ ദിമിഷ്കിൽ നടത്തിയ ലെക്ചറിങ്, അതിന്റെ സിൽസിലയായിട്ട് നടത്തിയ ലെക്ചറിങ്ങിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ കിതാബാണ് യെസ് റിജാൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം. റിജാൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം. എന്നാൽ ലാസ്റ്റ് PSC ചോദിച്ച വേറെ ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ലോ. നമുക്കറിയാം ഇവിടെ കറക്റ്റ് ആൻസർ. ചോദ്യം എന്താ? ആരിബിൻ ഹിന്ദി, ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്. അദ്ദേഹം മുഅല്ലഫാത്ത് ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. താരീഖ്, താരീഖില്, ഫിഖ്ഹി വത്തസൗഫി, താരീഖ്, ഫിഖ്ഹ്, തസൗഫിലൊക്കെ കിതാബുകളുണ്ട്. എന്നിട്ടോ വഹുവ മിൻ തലാമീദി അൽ ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ ഹൈതമി. വളരെ പ്രശസ്തമായ തുഹ്ഫ എന്ന ഫിഖ്ഹിന്റെ കിതാബിന്റെ രചയിതാവായ ഇബ്ൻ ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. ഈ പറഞ്ഞ താരീഖ്, ഫിഖ്ഹ്, തസൗഫിൽ കിതാബ് എഴുതിയ വ്യക്തി ആരാണെന്നാണ് നമുക്കറിയാം. ഷാഹുൽ ദഹ്ലവി എന്തായാലും അല്ല. കാരണം ഷാഹുൽ ദഹ്ലവി ഇദ്ദേഹത്തിനെ കുറിച്ച് ഇബ്ൻ ഹജർ ഹൈതമിയുടെ കുറച്ച് ശേഷം ജീവിച്ച ആളാണ്. സയ്യിദ് മഖ്ദൂം അവ്വൽ കുറച്ച് മുൻപ് ജീവിച്ച ആളാണ്. അബുൽ ഹസൻ നദ്വി ഒരുപാട് ശേഷം ജീവിച്ച ആളാണ്. ഇവിടെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ക്ലാസ്സിൽ ടീച്ചറായി പറഞ്ഞതാണ്. സയ്യിദ് മഖ്ദൂം അസ്സാനി. സയ്യിദ് മഖ്ദൂം അസ്സാനിയുടെ ശിഷ്യനാണ്. യെസ്, സയ്യിദ് മഖ്ദൂം അസ്സാനിയുടെ ശിഷ്യനാണ്. അഹമ്മദ് ബിൻ ഹജർ ഹൈതമിയുടെ അഹമ്മദ് ബിൻ ഹജർ ഹൈതമിയുടെ ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജർ ഹൈതമിയുടെ ശിഷ്യനാണ് സയ്യിദ് മഖ്ദൂം അസ്സാനി. നമുക്കറിയാവുന്നതാണ്. സയ്യിദ് മഖ്ദൂം അസ്സഗീർ, സയ്യിദ് മഖ്ദൂം കബീറിന്റെ മകനായ മുഹമ്മദ് അൽ ഗസാലിയുടെ മകനാണ്. സയ്യിദ് മഖ്ദൂം അസ്സഗീർ അദ്ദേഹത്തിന്റെ ജനന മരണ വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ കൂടുതൽ സ്ഥലത്തും പറയുന്നത് നോക്കുമ്പോൾ 1531, 1583, 1531, 1600 മുൻപ് വഫാത്തായ ഒരു വ്യക്തിയാണ് സയ്യിദ് മഖ്ദൂം അസ്സഗീർ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തറബാൽ മഖ്ദൂം അസ്സാനി ഹദാനത്തി ഷെയ്ഖ് അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ അമ്മായ അബ്ദുൽ അസീസിന്റെ ലാളനയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജർ ഹൈതമിയുടെ ശിഷ്യനായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. 36 വർഷം പൊന്നാനിയിൽ ദർസ് നടത്തിയ വ്യക്തിയാണ് സയ്യിദ് മഖ്ദൂം അസ്സഗീർ. സാമൂതിരി രാജാവ് ഇദ്ദേഹത്തിനെ നന്നായി ബഹുമാനിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. വളരെ സാമൂതിരി രാജാവ് ബഹുമാനിച്ചൊരു വ്യക്തിയായിരുന്നു സയ്യിദ് മഖ്ദൂം അസ്സഗീർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകൾ പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പെടാത്തത് ഏതെന്ന് എക്സാമിൽ ചോദിച്ചു നമ്മൾ കണ്ടില്ലേ. ഇർഷാദുൽ ഇബാദ്, ഇഹ്കാം അഹ്കാമുൻ നിക്കാഹ്, ഖുറത്തുൽ ഐൻ, ഫത്ഹുൽ മുഈൻ, ശർഹുസ് സുദൂർ, അൽ ഫതാവൽ ഹിന്ദിയ, അൽ അജീബത്തുൽ അജീബ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ശർഹുസ് സുദൂർ പ്രധാനപ്പെട്ട കിതാബുകളെ കൊടുത്തിട്ടുള്ളൂ. ഇർഷാദുൽ ഇബാദ്, ഇഹ്കാം അഹ്കാമുൻ നിക്കാഹ്, ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ, ഫത്ഹുൽ മുഈൻ, ശർഹുസ് സുദൂർ, അൽ ഫതാവൽ ഹിന്ദിയ, അൽ അജീബത്തുൽ അജീബ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ശർഹുസ് സുദൂർ. സയ്യിദ് മഖ്ദൂമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് എക്സാമിന് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. തുഹ്ഫത്തുൽ മുജാഹിദിന്റെ
മൗലൂഅ് എന്താണ്? നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്താലേ തുഹ്ഫത്തുൽ മുജാഹിദിന്റെ മൗലൂഅ് അത്താരീഖ്. തുഹ്ഫത്തുൽ മുജാഹിദിന്റെ മൗലൂഅ് താരീഖാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദി അഖ്ബാരിൽ ബുർത്തുഖാലിൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. തുഹ്ഫത്തുൽ മുജാഹിദീൻ അവ്വൽ കിതാബിൻ ഉല്ലിഫ ഫി താരീഖ് കേരള ബിയദി വാഹിദ് മിൻ അബ്നായിഹ. ഒരു കേരളക്കാരൻ രചിച്ച ആദ്യത്തെ കേരള ഹിസ്റ്ററിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കിതാബ് ആർക്കാണ് സമർപ്പിച്ചത്? ഇതൊക്കെ നമ്മൾ പല എക്സാമിലും കണ്ട പോയിന്റ്സ് ആണ്, നമുക്ക് ഓർമ്മയുണ്ടാകും, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആദിൽ ഷാ, ബീജാപ്പൂരിലെ, ജനൂബിൽ ഹിന്ദിലെ, കർണാടകയിലെ ബീജാപ്പൂർ, അവിടെ ഭരിച്ചിരുന്ന ആദിൽ ഷാ എന്ന രാജാവിനാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ കിതാബ്, കേരളത്തിന്റെ ഒരു കേരളക്കാരൻ എഴുതിയ ആദ്യത്തെ കേരള ഹിസ്റ്ററി, ലോക പ്രശസ്തമായ, ലോകത്തിലെ പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഈ കിതാബ് അറബിയിൽ ജനത് മഖ്ദൂം എഴുതി സമർപ്പിച്ചത് ആർക്കാണ്? അലി ആദിൽ ഷാ, ബീജാപ്പൂർ സുൽത്താനായിരുന്നു. ഈ കിതാബിന് 4 കിസ്മുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീന് 4 കിസ്മുണ്ട്. നമ്മൾ 2 PSC 2026 നടന്ന PSC എക്സാമിലും HSC എക്സാമിലല്ലേ, അതിന് മുൻപ് 2025 നടന്ന 23 നടന്ന എക്സാമിലൊക്കെ ഇതിന്റെ കിസ്മുകൾ ചോദിച്ച് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം. തുഹ്ഫത്തുൽ മുജാഹിദിന്റെ 4 കിസ്മ്. ഒന്നാമത്തെ കിസ്മ് ജിഹാദിന്റെ ഹുക്കുമുകൾ. രണ്ടാമത്തെ കിസ്മ് ഇസ്ലാം കേരളത്തിൽ വന്നതിനെ കുറിച്ച്. തുഹ്ഫത്തുൽ മുജാഹിദിന്റെ 3ാമത്തെ കിസ്മിൽ പറഞ്ഞതോ ആദ്യത്തു കഫറത്തുൽ മലബാർ, മലബാറിലെ കാഫിര്യങ്ങളുടെ ചര്യകളാണെങ്കിൽ തുഹ്ഫത്തുൽ മുജാഹിദിന്റെ 4ാമത്തെ കിസ്മിൽ പറഞ്ഞത് ഇഫ്രഞ്ച് മലബാറിൽ വന്നതിനെ കുറിച്ചും അവരുടെ മോശമായ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ PSCക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, നമ്മൾ കണ്ടതാണ്. തുഹ്ഫത്തുൽ മുജാഹിദിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിന് 2 വർഷം ശേഷം മുസ്ലിമീങ്ങളായ ചില ഫുഖറാക്കൾ വന്നു, കേരളത്തിലേക്ക് വന്നതിനെ കുറിച്ച് പറയാണ്. ഷെയ്ഖുൻ ഖാസിദീന സിയാറത്ത ഖദമി അബീന ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, ഖദം, ശ്രീലങ്കയിൽ പോയി സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നിരുന്നത്. അങ്ങനെ കേരളത്തിൽ വന്നു, പിന്നെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിനെ കുറിച്ചൊക്കെ പറയുന്ന വരികൾ ഏത് കിതാബിൽ നിന്നാണ് എടുക്കപ്പെട്ടതെന്ന് ചോദിക്കപ്പെട്ടിരുന്നു. യെസ്, നമുക്കറിയാം, ഇവിടെ തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വല്ലൽ ഇലാഹ് മദ്ഹുൻ നബിയിലെ വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. ആരാണ് രചിച്ചത്? യെസ്, സ്വല്ലൽ ഇലാഹ് നമുക്കറിയാം, മദ്ഹുൻ നബിയിലെ വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. ഖാദി ഉമർ അൽ ബലംകൂത്തി, വെളിയങ്കോട് ഉമർ ഖാദിയാണ് ഈ കിതാബ് രചിച്ചത്. നമുക്കറിയാം 1763 ജനിച്ച് 1857 വഫാത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു അദീബാണ്. യെസ്, ഉമർ ഖാദി, വെളിയങ്കോട്. ഹിജ്രി 1277 1273 കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ഉമർ ഖാദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മദ്ഹുൻ നബിയിൽ ആണ് അദ്ദേഹത്തിന്റെ കൂടുതൽ കവിതകളും. ഹസ്സാൻ മലൈബാർ എന്ന ലഖബുണ്ട്. ഹസ്സാൻ മലൈബാർ, മാറിപ്പോകരുത്, ഹസ്സാൻ മലൈബാർ. അദ്ദേഹം നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പറായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തികളിൽപ്പെട്ട ഒരാളായിരുന്നു ഉമർ ഖാദി അൽ ബലംകൂത്തി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൗലാണ്, PSCക്ക് ചോദിക്കപ്പെട്ട കൗലാണ്, ലാജിബായത്തിലെ അറിവില്ല, ലാജിബായത്തിലെ അറിവില്ല എന്ന കൗല് പറഞ്ഞത് യെസ് ഉമർ ഖാദിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകളിലേക്ക് പോകുമ്പോൾ അൽ ഖസീദത്തുൽ ഉമരിയ, മറ്റൊരു പേരാണ് സ്വല്ലൽ ഇലാഹ്. അൽ ഖസീദത്തുൽ ഉമരിയ, സ്വല്ലൽ ഇലാഹ്, നഫായിസുദ് ദുറർ. കഴിഞ്ഞ വർഷം എക്സാം ചോദിച്ചു നമ്മൾ കണ്ടില്ലേ, നഫായിസുദ് ദുറർ. പിന്നെ മഖാസിദുൻ നിക്കാഹ്, മഖാസിദുൻ നിക്കാഹ് ഒരുപാട് തവണ PSCക്ക് ചോദിച്ചത് കണ്ടു. മഖാസിദുൻ നിക്കാഹ് എന്ന കിതാബ് ഉമർ ഖാദിക്കുമുണ്ട്, ഖാദി മുഹമ്മദിനുമുണ്ട്. പിന്നെ ഉസൂൽ ദബഹ്, ഖസീദത്തു അല്ലഫൽ ആസിം, ലാഹൽ ഹിലാൽ, ജഫത്നി വദബ്ബത്നി. ഉമർ ഖാദിയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കിതാബുകളാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം നടന്ന PSC എക്സാമിലെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇതിലെ ബാക്കി ഏരിയകളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു ലൈവ് സെഷൻ അവിടെ അവസാനിപ്പിക്കാം. ശുക്രൻ, ശുക്രുൽ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.